ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് വേണം ഈ എപ്പിസോഡ് കാണാൻ വരാൻ. ഇത് 7ാമത്തെ എപ്പിസോഡാണ്. വീഡിയോ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം ഞാൻ ഇടാൻ പോകുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റൂ. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പം നേരെ വീഡിയോട്ട് പോകാം. സ്റ്റാർട്ട്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ലിയോണും ബെൽഫാസ്റ്റ് ഖണ്ഡത്തിലെ സോൾജറും സംസാരിക്കുകയാണ്. ലിയോൺ പറയുവാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ആ ഡ്രാഗനെ കൊന്നു. എന്നിട്ട് ആ വില്ലേജിലുള്ളവരെ സഹായിക്കുകയാണ്. സോൾജർ അന്നേരം പറഞ്ഞു ഇവരുടെ ഡ്രാഗന്റെ ഉപയോഗമുള്ള പാർട്സ് ആ വില്ലേജിലുള്ളവർ കൊടുത്തു. ആ പാർട്സിന് ഒരുപാട് ഗോൾഡ് കോയിൻ്റെ വിലയാണ്. ഈ ഡ്രാഗന്റെ ഈ പാർട്സ് കിട്ടി ആരും വെറുതെ കൊടുക്കത്തില്ല. ഇവരാരാണ്? അന്നേരം അങ്ങോട്ട് വില്ലേജിന്റെ ലീഡർ അങ്ങോട്ട് വന്നിട്ട് തോയെടുത്ത് പറഞ്ഞു ഞങ്ങളുടെ വില്ലേജിലുള്ളവരെ സഹായിച്ചതിന് നന്ദി പറഞ്ഞു. എന്നിട്ട് തോയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് ആ ഡ്രാഗന്റെ പല്ല് കൊടുത്തു. എന്നിട്ട് ആ വില്ലേജിന്റെ ലീഡർ പറഞ്ഞു ഡ്രാഗനോട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കത്തി പൊട്ടിപ്പോയില്ലേ, അതുകൊണ്ട് നീ ഈ ഡ്രാഗന്റെ പല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കുന്ന ആളുടെ കൊടുത്താൽ മതി. അയാൾ ഈ ഡ്രാഗന്റെ പല്ല് വെച്ച് പുതിയ കത്തി ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ ഈ ഡ്രാഗന്റെ പല്ല് കൊടുത്ത് പുതിയ കത്തി മേടിക്കാനും പറ്റും. തോയ് ശരിയെന്ന് പറഞ്ഞ് ആ ഡ്രാഗന്റെ പല്ല് മേടിച്ചു. പിന്നെ ആ വില്ലേജിന്റെ ലീഡർ പറഞ്ഞു ഈ കത്തി നിന്റെ ആയിരിക്കും, ഞങ്ങൾക്ക് ഇത് ഡ്രാഗന്റെ കണ്ണിൽ നിന്ന് കിട്ടിയതാണ്. അന്നാണ് തോയ് ഓർക്കുന്നത്. അന്നേരം ആ സമയത്ത് ഡ്രാഗന്റെ കണ്ണിലോട്ട് ആരോ കത്തി എറിഞ്ഞായിരുന്നു. പിന്നെ അവരെല്ലാവരും അവിടുന്ന് പോവുകയാണ്. തോയ് പിന്നെ കുതിരവണ്ടി കിടന്ന് ചിന്തിക്കുകയാണ് ആരുടെ ആയിരിക്കും ഈ കത്തി. തോയ് പിന്നെ മൈൻഡ് വേടി കുവാഗോനോട് ചോദിച്ചു നീ ആരെങ്കിലും സെൻസ് ചെയ്തായിരുന്നു? കുവാഗോ പറഞ്ഞു ഞാൻ രണ്ടുപേരെ സെൻസ് ചെയ്തായിരുന്നു, ഞാൻ വിചാരിച്ച വില്ലേജിലുള്ളവരായിരിക്കുമെന്ന്. തോയ് പിന്നെ കുതിരവണ്ടിയുടെ വെളിയിലോട്ട് നോക്കി. മിസ് മേഡിൽ റോയൽ പാലസിൽ അവരെത്തി. പിന്നെ കാണിക്കുന്ന ഒരു കൊട്ടാരത്തിന്റെ അകത്താണ്. കിങ് വെൽക്കം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങളൊക്കെ ചേർന്നാണ് ആ ഡ്രാഗനെ കൊന്നത്. യുമീൻ എന്നും പറഞ്ഞു ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ആ ഡ്രാഗനെ കൊന്നത്. കിങ് എന്നും ചോദിച്ചു ഈ പെൺകുട്ടി ആരാണ്? യുമീൻ എന്നും പറഞ്ഞു ബേൽഫാസ്റ്റിലെ കിങ്ങിന്റെ മോളാണ് യുമീന. രാജാവ് ചോദിച്ചു നീ എന്തിനാണ് വന്നത്? യുമീൻ എന്നും പറഞ്ഞു നിങ്ങളുടെ സിറ്റിയുമായിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി എൻ്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്, അവർക്ക് പകരമായിട്ട് ഞാൻ വന്നതാണ് ഈ കത്ത് തരാൻ വേണ്ടി. കിങ് പിന്നെ ആ കത്ത് നോക്കി. പിന്നെ രാജാവ് തോയെ നോക്കി പറഞ്ഞു എൻ്റെ കൊട്ടാരത്തിൽ ഡ്രാഗൺ സ്ലെയർ. പിന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ തോയ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അടുത്ത സീനെ കാണിക്കുന്നത് തോയും കിങ്ങും ഗോതയെ നിൽക്കുകയാണ്. അന്ന് തോയ എടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു രാജാവിന് ശക്തിയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഫൈറ്റ് ചെയ്യണം, അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര തലവേദനയാണ്, അതുകൊണ്ട് നീ നിന്റെ ഫുൾ ശക്തി എടുത്ത് നീ ഫൈറ്റ് ചെയ്യണം. അന്നേരം ഒരാൾ ഗോതയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഫൈറ്റിൻ്റെ റൂൾസ് പറയുകയാണ്. ഫൈറ്റിനിടയിൽ ആരെങ്കിലും തോറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആൾ ജയിക്കും, അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ മുറിവ് ഏൽപ്പിക്കുന്നതിൻ്റെ കൂട്ട് ആദ്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ ജയിക്കും. ഫൈറ്റിൽ മാജിക് ഉപയോഗിക്കാം, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് എതിരാളിയെ കൊല്ലുന്നതിൻ്റെ കൂട്ട് മാജിക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ അയാൾ പറഞ്ഞ് ഫൈറ്റ് തുടങ്ങട്ടെ എന്ന്. ഫൈറ്റ് തുടങ്ങിയപ്പോൾ തന്നെ തോയ പിന്നെ തോയുടെ സെറ്റ് മാജിക് ഉപയോഗിച്ച് രാജാവിനോട് വീഴ്ത്തി. എന്നിട്ട് രാജാവിന് നേർക്ക് കത്തി ചൂണ്ടിയിട്ട് പറഞ്ഞു ഞാൻ ഈ ഫൈറ്റ് ജയിച്ചു, അന്നേരം ഞാൻ പോവുക. കിങ് അതും ചോദിച്ചു നീ ഇപ്പോൾ എന്താണ് ചെയ്തത്? തോന്നനം പറഞ്ഞു ഇതെൻ്റെ നല്ല മാജിക്കാണ്. കിങ് അന്നേരം പറഞ്ഞു ഇങ്ങനത്തെ മാജിക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇത് കാരണം ഫൈറ്റ് തുടങ്ങത്തുപോലില്ല, നീ ഒന്നും കൂടെ എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണം, പക്ഷേ ഈ മാജിക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വീണ്ടും ഫൈറ്റ് തുടങ്ങി. രാജാവ് നല്ലപോലെ തോയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. തോയ്ക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല രാജാവിൻ്റെ അറ്റാക്ക്. ഞാൻ പറഞ്ഞു മാജിക് ഉപയോഗിക്കാതെ തന്നെ രാജാവിന് ഭയങ്കര ശക്തിയാണ്. തോയ പിന്നെ തോയുടെ ബൂസ്റ്റ് മാജിക് ഉപയോഗിച്ച് രാജാവിനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നു. രാജാവിനും പെട്ടെന്ന് അവിടെ നിന്ന് മാഞ്ഞുപോയി. എന്നിട്ട് തോയെ പുറകെ നിന്ന് അറ്റാക്ക് ചെയ്യാൻ ചെന്നു, പക്ഷേ തോയ അവിടെ നിന്ന് മാറി. രാജാവ് പറഞ്ഞു നീ ഈ അറ്റാക്കിൽ നിന്ന് മാറിയോ? ലിൻസ് എലീസിയായി ഷോക്കായി നിന്നു. എന്നിട്ട് പറഞ്ഞു രാജാവ് ഞങ്ങൾ കണ്ടേയില്ല. പിന്നെ കിങ് പറഞ്ഞു ഇതെൻ്റെ നല്ല മാജിക്കാണ് ക്യൂ. രാജാവിനെ പറഞ്ഞു ഞാൻ ഒരാളെ നോക്കുകയാണ്, എൻ്റെ നല്ല മാജിക്കിൻ്റെ അത്രയും സ്പീഡുള്ള ഒരാളെ നോക്കുകയാണ്. തോയ പിന്നെ പറഞ്ഞു ഇതൊരു നല്ലൊരു മാജിക്കാണ്, ഞാൻ ഈ മാജിക് ഉപയോഗിച്ചോടെ. കിങ് പറഞ്ഞു ശരി. തോയ പിന്നെ ആ മാജിക് ഉപയോഗിച്ചു. എക്സെപ്റ്റ് തോയ പിന്നെ അവിടെ നിന്ന് മാഞ്ഞുപോയി. എന്നിട്ട് പെട്ടെന്ന് തോയ രാജാവിൻ്റെ പുറകെ ചെന്നു. എന്നിട്ട് തോയ പറഞ്ഞു ഈ മാജിക് ഉപയോഗിക്കാൻ ഭയങ്കര പാടാണ്. രാജാവ് ഒരുപാട് ഷോക്കായി. അടുത്തോട്ട് ഞാൻ ഇതിനേക്കാളും സ്പീഡ് ഈ മാജിക് ഉപയോഗിക്കും. കിങ്ങും തോയും ചേർന്ന് ആ നല്ല മാജിക് ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്യുകയാണ്. അവിടെ നിൽക്കുന്ന ആർക്കും അവർ രണ്ടും ഫൈറ്റ് ചെയ്യുന്ന കാണുന്നില്ല. എലീസ് ലെൻസിയായി അവർ പറയുകയാണ് ഇവരെവിടെ നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്, ഞങ്ങൾക്കൊന്നും കാണുന്നില്ല. രാജാവ് എന്നെ പറഞ്ഞു എൻ്റെ സ്പീഡിനെ നീ മാച്ച് ചെയ്തു, പക്ഷേ എൻ്റെ ശക്തി നീ എങ്ങനെ തടയും? തോന്നണം പറഞ്ഞു എസ്റ്റൽ ആൻഡ് ബൂസ്റ്റ് രണ്ട് മാജിക്കും ഒരുമിച്ച് ഉപയോഗിച്ച് രാജാവിൻ്റെ മുഖത്തിൻ്റെ അടുത്തായിട്ട് കത്തി ചൂണ്ടി. കിങ് എന്നെ പറഞ്ഞു ഞാൻ തോറ്റ്. രാജാവ് പറയുവാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നേക്കാളും പവറുള്ള ആരുമില്ല എന്ന്, ഇത് കാരണം എനിക്ക് മനസ്സിലായി എന്നേക്കാളും പവറുള്ള ആൾക്കാരും ഉണ്ട്. തോ പിന്നെ കിങ്ങിനെ നോക്കി ചിരിച്ചു. പിന്നെ കാണിക്കുന്നത് അവരെല്ലാവരും കൊട്ടാരത്തിലാണ്. തോ കഴിക്കാൻ വേണ്ടി ആഹാരം എടുത്തിരിക്കുകയാണ്. അന്നേരം ലിയോൺ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു തോയ നീ ഓൾഗയെ കണ്ടോ? തോയ പറഞ്ഞു ഞാൻ കണ്ടില്ല. പിന്നെ അങ്ങോട്ട് രാജാവിൻ്റെ കൂടെ ഓൾഗയും യുമീന ലിൻസ് എലീസിയായും വന്നു. അന്നേരം തോയ പറയുകയാണ് ലിയോണ് ഓൾഗയെ കാണാതിരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. യുമീന ലിൻസ് എലീസിയായും തോയ അടുത്ത് വന്നിട്ട് പറഞ്ഞു തോയ നിന്നെ ഉടുപ്പിൽ കാണാൻ നന്നായിട്ടുണ്ട്. തോയ പറഞ്ഞു ടാൻസ്, നിങ്ങളെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. തോയ പിന്നെ അവരുടെ ഫോട്ടോ എടുത്തു. കിങ് ചോദിച്ചു ഇതെന്താണ്? തോയ ഞാൻ പറഞ്ഞു ഇതൊരു നല്ല മാജിക്കാണ്, ഇത് ഉപയോഗിച്ച് എനിക്ക് ഫോട്ടോ എടുക്കാം, പിന്നെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ കാണുകയും ചെയ്യാം. രാജാവ് തന്നെ പറഞ്ഞു ഇത് ഉപയോഗിച്ച് നിനക്ക് പടം വരയ്ക്കാൻ പറ്റുമോ? തോയ പറഞ്ഞു പറ്റും, അതിന് എനിക്കൊരു പേപ്പർ വേണം. രാജാവ് എന്നെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞു എൻ്റെ ഫോട്ടോ ഇതുപോലെ ചെയ്തു തരാമോ? തോയ പറഞ്ഞു ചെയ്യാം. പിന്നെ കാണിക്കുന്നത് തോയ ഒരു സ്ഥലത്ത് ക്ഷീണിച്ചിരിക്കുകയാണ്. തോയ അവിടെ ഇരുന്നപ്പോൾ എന്തോ സൗണ്ട് കേട്ടു. തോയ അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ടെഡി ബെയർ. ആ ടെഡി ബെയർ തോയെ വിളിച്ചു. തോയ പിന്നെ ആ ടെഡി ബെയറിൻ്റെ പുറകെ ചെന്നു. ആ ടെഡി ബെയർ റൂമിലോട്ട് കയറിപ്പോയി. തോയും പുറകെ ചെന്നു. തോയ പിന്നെ ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി കസാരി ഇരിക്കുന്നുണ്ട്. ആ ടെഡി ബെയർ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നു. ആ പെൺകുട്ടി ചോദിച്ചു നിന്റെ പേരെന്താണ്? തോയ പറഞ്ഞു എൻ്റെ പേര് മോച്ചിസുഗി തോയ. ആ പെൺകുട്ടി പറഞ്ഞു നീയാണല്ലേ ആ ഡ്രാഗൺ സ്ലെയർ? തോയ പറഞ്ഞു അതെ. നീ ആരാണ്? ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ പേര് ലിൻ, ഞാൻ മാലാഖയുടെയൊക്കെ ലീഡറാണ്, ഇതെൻ്റെ ഫ്രണ്ടാണ് പോള. ലിൻ പിന്നെ പറഞ്ഞു ഞാൻ നിന്നേക്കാളും മൂത്തതാണ്. എന്നെക്കാളുമോ? എത്ര വയസ്സുണ്ട്? ലിൻ പറഞ്ഞു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല,
600 612 ഇത്ര എന്താണ് അതിൻ്റെ പൈസ. ഇത് കൊണ്ട് തോയ ഭയങ്കര ഷോക്കായി. തോന്നും ചോദിച്ചു, നിന്റെ ഫ്രണ്ട് ഒരു സമനിങ് ബേസ്റ്റ് ആണോ? ലിൻ പറഞ്ഞു, അല്ല, ഇത് സാധാരണ ഒരു ടെഡി ബെയർ ആണ്. എൻ്റെ നല്ല മാജിക് ഉപയോഗിച്ചാണ് നടക്കുന്നത്. എൻ്റെ ഈ മാജിക് ഉപയോഗിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാ ചെയ്യും. എന്നിട്ട് ലിൻ ഒരു കസാര എഴുന്നിട്ട് പറഞ്ഞു ഫ്രണ്ടിലോട്ട് പോയി. ആ കസാര തോയുടെ അടുത്തേക്ക് ചെന്നു. തോമിനെ ചോദിച്ചു, ഞാൻ ഈ മാജിക് ഉപയോഗിച്ചോട്ടെ? ലിൻസ് പറഞ്ഞു ശരി. തോമിനെ ആ കസാരയിലോട്ട് മാജിക് ഉപയോഗിച്ചു. മാജിക് ഉപയോഗിച്ചിട്ട് പറഞ്ഞു 2 മീറ്റർ പുറകിലോട്ട് പോയി. തോയ പിന്നെ ആ കസാര ഇരുന്നു. ആ കസാര പിന്നെ തോയ 2 മീറ്റർ പുറകിലോട്ട് കൊണ്ടുപോയി. ലിൻസ് ഇത് കണ്ട് ഷോക്കായി. ഞാൻ ഇപ്പോൾ കാണിച്ചതുള്ളൂ, അതിനു മുമ്പ് നീ ചെയ്തോ? പിന്നെ നിനക്ക് ഏതൊക്കെ മാജിക് ഉപയോഗിക്കാൻ പറ്റും? തോയ പിന്നെ പറഞ്ഞു, എനിക്ക് എല്ലാ മാജിക് ഉപയോഗിക്കാൻ പറ്റും. ലിൻസ് പിന്നെ പറഞ്ഞു, ഞാൻ സർപ്രൈസ് ആയിട്ടില്ല, ഇന്ന് മുതൽ നീ എൻ്റെ അപ്രൻറ്റീസ് ആണ്. ലിൻസ് പിന്നെ പറഞ്ഞു, ഞാൻ ചുമ്മാ പറഞ്ഞാണ്, എനിക്ക് ആരെയും നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞു, നിന്റെ മൈൻഡ് മാറുകൊണ്ട് നീ ഇങ്ങോട്ട് തന്നെ വരണം. തോയ പിന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. പിന്നെ കാണിക്കുന്ന തോയ ഗസ്റ്റ് റൂമിലാണ്. കോക്ക് പിന്നെ തോയോടെ ചോദിച്ചു, എന്ത് പറ്റി? തോയ പിന്നെ പറഞ്ഞു, മാജിക് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്താലോ? പിന്നെ കാണിക്കുന്ന അടുത്ത ദിവസമാണ്. തോയ വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ലിൻസിന്റെ യുമിനിയും കണ്ടു. തോൻ ചോദിച്ചു, ബാക്കിയുള്ളവർ എന്തി? അവർ പറഞ്ഞു, എലീസും യായും ട്രെയിനിങ് ചെയ്യുകയാണ്. അവർ ചോദിച്ചു, നീ അങ്ങോട്ട് പോകുകയാണ്? തോൻ ഞാൻ പറഞ്ഞു, ഷോപ്പിങ്ങിന്. അവർ പറഞ്ഞു, ഞങ്ങളും വന്നോട്ടെ? തോൻ പറഞ്ഞു ശരി. തോൻ അവരെ കൊണ്ടുപോയി. ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഫോറസ്റ്റ് ചെന്നു. തോൻ പിന്നെ ഡ്രാഗന്റെ പല്ല് വെച്ച് ക്രിയേഷൻ മാജിക് ഉപയോഗിച്ച് ഗണ്ണുണ്ടാക്കി. പിന്നെ റബ്ബർ ബുള്ളറ്റും ഉണ്ടാക്കി. പിന്നെ ആ ഗണ്ണി പ്രോഗ്രാം മാജിക് ഉപയോഗിച്ച് കമാൻഡ് ചെയ്തു റീലോഡ്. ബുള്ളറ്റ് തീരുമ്പോഴത്തേന് വീണ്ടും റീലോഡ് ആകാൻ വേണ്ടി. തോൻ പിന്നെ മരത്തിൽ ടെസ്റ്റ് ചെയ്തു. ലിൻസിന് യുമിനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തോയോട് ചോദിച്ചു, ഇതെന്താണെന്ന്. തോ പറഞ്ഞു, ഇത് ഗണ്ണാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതുപോലത്തെ ഉണ്ടാക്കി തരാമോ? തോ പറഞ്ഞു ശരി. തോ പിന്നെ തോയുടെ മൊബൈലിൽ ഗണ്ണിൻ്റെയൊക്കെ ഫോട്ടോ അവരെ കാണിച്ചു. അവരെടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതിലേത് വേണമെന്ന്. അവരിതിൽ ഓരോന്ന് എടുത്തു. തോ പിന്നെ അവർക്കും ഗണ്ണുണ്ടാക്കി കൊടുത്തു. തോ പിന്നെ തോയുടെ ഗണ്ണിൽ വേറൊരു മാജിക് കൊണ്ട് ചെയ്തു. ബ്ലേഡ് മോഡാണ് ഗൺ മോഡ്. തോ പിന്നെ ബ്ലേഡ് മോഡ് എന്ന് പറഞ്ഞു. ആ ഗണ്ണ് പെട്ടെന്നൊരു കത്തിയായി മാറി. തോ തന്നെ പറഞ്ഞു ഗൺ മോഡ്. പിന്നെ തിരിച്ച് പഴയ പോലെയായി. അവർക്കുണ്ടോക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യുമിനി എന്നെ പറഞ്ഞു, തോയ നീ ഈ ഗണ്ണിൻ്റെ പേരിട്. തോയ ആ ഗണ്ണിന് ബ്രൂൺ ഹിൽഡ് എന്ന് പേരിട്ടു. പിന്നെ കാണിക്കുന്ന വൈകുന്നേരമായി. തോയ പറയുകയാണ്, മിസ് മേഡി വന്നതല്ലേ, അവരുടെ ഫേമസ് ആയിട്ടുള്ള ഡിഷ് നമുക്ക് കഴിക്കാം, ഒരു കടയിൽ പോയി കഴിക്കാം. കോവാക്കു പിന്നെ തോയുടെ അടുത്ത് പറഞ്ഞു, നമ്മളെ രണ്ടുപേരും നോക്കുന്നുണ്ട്. തോയ കോവാക്കുവിൻ്റെ അടുത്ത് ചോദിച്ചു, അവരെവിടെയാണ്? കോവാക്കു അവരുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു. തോ പിന്നെ ലിൻസിൻ്റെ അടുത്ത് യുമിൻ്റെ അടുത്തും പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വരാം. എക്സൽ മാജിക് ഉപയോഗിച്ച് അവരുടെ പുറകെ ചെന്ന് നിന്നു. തോയുടെ നേർക്കൊരു ഫ്ലാഷ് ബോംബ് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. തോ പിന്നെ തോയുടെ മൊബൈൽ എടുത്ത് അവരുടെ ലൊക്കേഷൻ നോക്കി. അവരെ കണ്ടുപിടിച്ച് അവരുടെ അടുത്ത് നിന്ന് ഗണ്ണ് ഉപയോഗിച്ച് അവരെ വെടിവെച്ചു. അവരവിടെ മയങ്ങി വീണു. തോ പിന്നെ അവരെ കയറ് വെച്ച് കെട്ടി. തോ പിന്നെ അവരെ ചെക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ തോയ അവിടെ പിടിക്കുന്ന സ്ഥലം ശരിയല്ല. അതിലൊരാളുടെ മാസ്ക് ഇളകി തറയിൽ വീണു. അതൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ പേരാണ് ലെഫിയാസ്. പിന്നെ മറ്റേ പെൺകുട്ടിയുടെ പേരാണ് സിസിയിൽ. ബേഡ്ഫാർട്സിലുള്ളതാണ്. കിങ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ടതാണ് യുമിനെ നോക്കാൻ വേണ്ടി, യുമിനിയുടെ സേഫ്റ്റിക്ക് വേണ്ടി. തോമിനെ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ കത്തി നിങ്ങളാണോ ഡ്രാഗന്റെ കണ്ണിലോട്ട് എറിഞ്ഞത്? ലെഫിയാസ് പറഞ്ഞു, ഈ സിസിലിന്റെ കത്തിയാ, സിസിയിലാ എറിഞ്ഞത്. അവർ രണ്ടും പറഞ്ഞു, യുമിനെ എടുത്ത് പറയല്ലേ? തോമൻ പറഞ്ഞു, ഈ കാര്യം ഞാൻ പറയത്തില്ല. തോമിനെ അവിടെ നിന്ന് പോയി. ലിൻസും യുമിനും ഒരു കടയിരിക്കുകയാണ്. തോയ അവിടെ പോയിരുന്നു. അവർ പിന്നെ ഒരു കറി കഴിച്ചു. അത് ഭയങ്കര എരിയുള്ളൊരു കറിയായിരുന്നു. അവർക്ക് ഭയങ്കരമായിട്ട് എരിഞ്ഞു. പിന്നെ അടുത്ത ദിവസം കാണിക്കുന്നത് ഗേറ്റ് മാജിക് ഉപയോഗിക്കുന്നതാണ്. ബെൽഫാസ്റ്റിലെ കിങ്ങിനെ മീറ്റിങ്ങിന് കൊണ്ടുവന്നു. പിന്നെ കാണിക്കുന്നത് ലിൻസിനെയാണ്. ലിൻസ് പറയുകയാണ്, എനിക്ക് തോയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണം. ലിൻസ് പിന്നെ പറഞ്ഞു, ബെൽഫാസ്റ്റിലല്ലേ സാലീറ്റ് ഉള്ളത്, അവരോട് ചോദിച്ചാൽ തോയയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. എൻ്റെ അപ്രൻറ്റീസ് ആയതുകൊണ്ട് പറയാമായിരിക്കും. ഇത്രയുള്ള ഈ എപ്പിസോഡിൽ എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ആനിമ ആണെന്ന് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തേക്കണം. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് വരെ നോക്കാം. അപ്പോൾ ബൈ.